ഹലോ, എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. കുറേ ആയല്ലേ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ദുബായ് ക്രീക്ക് പാർക്കിക്കാണ് കേട്ടോ. ഫസ്റ്റിന് ഞങ്ങളവിടെ ക്യാമൽ റൈഡും ഹോഴ്സ് റൈഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൺമണിക്ക് ഹോഴ്സ് റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് ഫസ്റ്റ് പോയത്. കൺമണി നല്ല കുട്ടിയാവുന്ന സമയത്ത് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് കുറച്ചുകൂടെ ചെറിയ കുതിരയായിരുന്നു. അപ്പം അത് ചുമ്മാ നടക്കേ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇത് നല്ല ചാടി ചാടി പോണുണ്ട് കേട്ടോ. പക്ഷെ ഇതാൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെയും ചുറ്റണം എന്നായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നേ. പക്ഷേ ആകെ 2 ചുറ്റാട്ടോ ഒരു കുട്ടിക്ക് കിട്ടൂ. അതിന് 10 ദിറംസാണ്. പാർക്ക് അത്യാവശ്യം വലിയ പാർക്കാണ് കേട്ടോ. നമുക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പാർക്കുകളിലൊന്നും ഇങ്ങനെ ഐസ്ക്രീം വിൽക്കൽ കാണലില്ല കേട്ടോ. ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ആയിട്ട് ഐസ്ക്രീം ഉണ്ടാവലുണ്ട്. അതിന് നല്ല റേറ്റും ഉണ്ടാവലുണ്ട്. പക്ഷെ ഇത് നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ചോക്കോബാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കൺമണി എന്തെങ്കിലും വാങ്ങിത്താ പറഞ്ഞ് നടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 ഓരോ ചോക്കോബാർ വാങ്ങിത്തന്നു. ഇവിടെ മെയിനായിട്ട് കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളത്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ കുറേ കുട്ടികൾ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവിടെ കുട്ടികളുടെയും വലിയവരുടെയായിട്ട് എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ കൺമണി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കസാരക്കളി കളിക്കാനാണ് കേട്ടോ. ആൾക്കിത് വലിയ പിടുത്തൊന്നുള്ള പരിപാടിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞെടുത്തപ്പോൾ അവൾക്കൊക്കെ മനസ്സിലായിട്ട് എന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്തിരുന്നു. ഫസ്റ്റത്തെ റൗണ്ട് കളിയിൽ ഞാൻ അവളോട് പറഞ്ഞിരുന്നു കേട്ടോ, പാട്ട് തുടങ്ങുമ്പോൾ ഓടണമെന്ന്. പാട്ട് അങ്ങോട്ട് വെച്ചപ്പോൾ മൂപ്പര് ഓട്ടടി എല്ലാവരെക്കാട്ടിലും ഫസ്റ്റ് എത്താറായിട്ടോ. പിന്നെ അവളെന്നെ പിടിച്ചിട്ട് അവരുടെ ഇടയിലേക്ക് നിർത്തിയപ്പോൾ പിന്നെ കറക്റ്റായിട്ട് പോയി. ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് ഞാൻ ഔട്ടായി പോരുന്ന വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഫസ്റ്റത്തേൽ അവൾ ജയിച്ചു. പക്ഷെ രണ്ടാമത്തെ ആൾക്ക് ജയിക്കാൻ പറ്റിയില്ല. ഏത് കുട്ടികളുടെ കള്ളം പറഞ്ഞത്? കൺമണി തെറ്റിച്ച് കളിച്ചതല്ലേ? ഫസ്റ്റ് ഇരുന്ന ആൾക്ക് സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. സമ്മാനമൊക്കെ കൊടുക്കണപ്പോൾ എനിക്കും വേണം പറഞ്ഞിട്ട് വാശി പിടിച്ച് കരയായിരുന്നു. പക്ഷേ അവളുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോയത് അപ്പുറത്തന്നെയുള്ള പാർക്കിക്കാണ് കേട്ടോ. പിന്നെ ഈ ക്രീക്ക് പാർക്കിക്ക് കയറാൻ ഒരാൾക്ക് എൻട്രി ഫീസ് 5 ദിറംസാണ് കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കും. പിന്നെ ചിൽഡ്രൻ സിറ്റിക്ക് കയറണമെങ്കിൽ വലിയവർക്ക് 15 ദിറംസും കുട്ടികൾക്ക് 10 ദിറംസും. പിന്നെ ഇതിൻ്റെ മേലത്തെ ഫ്ലോറിലൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. ഓരോന്നിനും ടൈമുണ്ട്. ഞങ്ങൾ 7 മണിക്കൊരു ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ മുമ്പൊരിക്കലും ഇത് കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെ പ്ലാനറ്റേറിയം എന്ന് പറഞ്ഞിട്ടൊരു ഷോ ആയിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അത് തന്നെ ആയിരിക്കും ഇപ്പോഴും നല്ല പ്രതീക്ഷിച്ചിട്ട് കാണാൻ പോവാണ് ഞങ്ങൾ. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളോട് 1-2 ആൾക്കാർ പറഞ്ഞിരുന്നു ഒരു അറബിക് ഷോയാണ് അവിടെയെന്ന്. പക്ഷെ അനിലേട്ടൻ പ്ലാനറ്റേറിയം തന്നെയാണെന്ന് ഷോ എന്നും പറഞ്ഞിട്ട് കാണാനിരുന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഷോ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് 2 ആൾ കയ്യെത്തരാന്നായിരുന്നു കേട്ടോ. ഏതോ ഒരു ഭാഷയിൽ എന്തൊക്കെയാണ് പറയുന്നു. ഏതോ ഒരു ഭാഷയല്ല, അറബിയിലാണ്. ഒന്നും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പകുതിക്ക് വെച്ച് ഇറങ്ങി പോന്നു കേട്ടോ. പിന്നെ അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അധികം വേഗത്ത് തുറക്കുമായിരിക്കും. ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരുന്നു. അന്ന് ഇവിടെ കൂടുതലായിട്ട് എമിറാത്തികൾ ചെയ്തിരുന്ന. പിന്നെ ഞങ്ങൾ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്കാണ് കേട്ടോ പോയത്. അവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഹ്യൂമൻ സ്കെലറ്റനും പിന്നെ നമ്മൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്തി, എന്തൊക്കെയാണ് അൺഹെൽത്തി, അതും പിന്നെ നമ്മൾ എങ്ങനെയാണ് സ്മെൽ ചെയ്യണത്, എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കണത്, പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളും കൈയിട്ട് ടച്ച് ചെയ്തിട്ട് അത് എന്താണെന്ന് ഗസ് ചെയ്യുക. എനിക്കത് കുറച്ച് പേടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പും തവളൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ പൊക്കി നോക്കുക ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഹ്യൂമൻ്റെ കഴുത്ത് തൊട്ടിട്ട് വയറ് വരെയുള്ള എല്ലാ പാർട്സും അവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കാം. ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് അങ്ങനെ വെച്ചിരിക്കണത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അങ്ങനെ നോക്കി പഠിക്കാൻ തരത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പം ബൈ.